ആടുജീവിതം സിനിമയെ ബോധപൂർവം തകർക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന് സംവിധായകൻ ബ്ലസ്സി ഒരു പ്രമുഖ പത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇതിന്റെ ഭാഗമായി നവമാധ്യമങ്ങളിൽ അടക്കം ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇറക്കിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഒരു സിനിമ എന്നാൽ ഒരു സംവിധായകനിൽ തുടങ്ങി ഒരു കൂട്ടം മനുഷ്യരുടെ രാപകലില്ലാത്ത അധ്വാനത്തിന്റെ ഫലമാണ്. ബ്ലസ്സിയുടെ 15 വർഷത്തെ ആശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായാണ് ആടുജീവിതം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന വിധത്തിൽ സ്ക്രീനിൽ എത്തിയത്. ഒരു പണിയും ചെയ്യാതെ ഒരാളുടെ അധ്വാനത്തിൽ കൈയിട്ടു വാരുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന നല്ല പണിയല്ല. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ തന്നെ ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം നല്ലൊരു സിനിമ ചെയ്തിറക്കണം എന്ന് വിചാരിക്കുന്നവരുടെയെല്ലാം മനസ്സിടിഞ്ഞു പോകാൻ ഇത്തരം ഒരു പുഴുക്കുത്തുകൊണ്ടായെന്നിരിക്കും. നിർമ്മാതാവിനെയും സംവിധായകനെയും അഭിനേതാക്കളെയും ഒഴിച്ചാൽ തന്നെ എത്രയോ ആൾക്കാരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. എത്രയോ കുടുംബങ്ങളാണ് സിനിമാ വ്യവസായത്തിലൂടെ നിലനിന്നു പോകുന്നത്. ഒരു സിനിമ കാണുമ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പേരുകൾ എണ്ണി നോക്കൂ, എത്രത്തോളം വരുമെന്നറിയാം. ഇനി സ്ക്രീനിൽ എഴുതി കാണിക്കാത്ത ഈ സിനിമയുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ടുള്ള അണിയറ പ്രവർത്തകർ ഇനിയുമേറെ കാണും. ഇവരുടെയെല്ലാം പരിശ്രമത്തെ കാറ്റിൽ പറത്തി താനിതാ സിനിമയുടെ വ്യാജനിറക്കി എന്നു പറഞ്ഞു ഓഡിയോ ഇടുന്നതോ വീഡിയോ ഇടുന്നതോ വീരത്വമോ കഴിവോ അല്ല. സാങ്കേതിക വിദ്യ വികസിച്ചപ്പോൾ അതിനെ ഇങ്ങനെയും ദുർബുദ്ധികൾക്ക് ദുരുപയോഗം ചെയ്യാനാകും എന്ന് മാതൃക കാണിക്കൽ മാത്രമാണ്. ഏതായാലും ആടുജീവിതം വ്യാജപ്പതിപ്പിനെതിരെ സൈബർ സെല്ലിനെ സമീപിച്ചിരിക്കുകയാണ് ബ്ലസ്സി. നവമാധ്യമങ്ങളിലടക്കം വ്യാജപ്പതിപ്പ് പ്രചരിപ്പിച്ച് സിനിമയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് രേഖാമൂലമുള്ള പരാതി. വ്യാജൻ പ്രചരിപ്പിച്ചത് താനാണെന്ന് സമ്മതിക്കുന്നയാളുടെ ഓഡിയോ ക്ലിപ്പും മൊബൈൽ സ്ക്രീൻ ഷോട്ടുകളും ബ്ലസ്സി സൈബർ സെല്ലിന് കൈമാറി. വാട്സപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴി സിനിമയുടെ പ്രിന്റും ലിങ്കും ഷെയർ ചെയ്തവരുടെ പേര് വിവരവും സ്ക്രീൻഷോട്ടും സൈബർ സെല്ലിന് കൈമാറിയ സംവിധായകൻ കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. സിനിമ പകർത്തിയത് താനാണെന്ന് തുറന്ന് സമ്മതിക്കുന്ന ജൂജി എന്നയാളുടെ ഫോൺ സംഭാഷണവും കൈമാറി. വലിയ അധ്വാനവും പണച്ചെലവുമുള്ള ചിത്രമാണ് ആടുജീവിതം. ഈയൊരു സംഭവം ഏറെ വേദനിപ്പിച്ചുവെന്നും താനും അണിയറ പ്രവർത്തകരും ഏറെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മാതൃഭൂമിയിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് കാനഡയിലും ആടുജീവിതത്തിന്റെ വ്യാജപ്പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. IPTV എന്ന പേരിൽ കിട്ടുന്ന ചാനലുകളിലൂടെയാണ് ഇത് പ്രചരിക്കുന്നത്. പാരി മാച്ച് എന്ന ലോഗോ ഈ വ്യാജപ്പതിപ്പിൽ കാണുന്നുണ്ട്. ഇവർ കായിക മത്സരങ്ങളിൽ വാതുവെപ്പ് നടത്തുന്ന ഒരു കമ്പനിയാണെന്നാണ് റിപ്പോർട്ട്. കാനഡയിലും അമേരിക്കയിലുമെല്ലാം റിലീസ് ആയാലുടൻ സിനിമകളുടെ വ്യാജപ്പതിപ്പുകൾ പെട്ടെന്ന് തന്നെ ഇത്തരം IPTVകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന കഥയെ ആസ്പദമാക്കി ബ്ലസ്സി ഒരുക്കിയ ഈ ചിത്രം മാജിക് ഫ്രെയിംസ് ആണ് വിതരണത്തിനെത്തിക്കുന്നത്. പൃഥ്വിരാജിനെ കൂടാതെ അമല പോളും ശോഭ മോഹനുമാണ് മലയാളത്തിൽ നിന്നുള്ള മറ്റ് താരങ്ങൾ. AR റഹ്മാനാണ് ചിത്രത്തിന് സംഗീതം നിർവഹിക്കുന്നത്. KS സുനിലാണ് ഛായാഗ്രാഹകൻ. പ്രശാന്ത് മാധവ് കലാസംവിധാനവും രഞ്ജിത്ത് അമ്പാടി മേക്കപ്പും നിർവഹിച്ചിരിക്കുന്നു.